ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ആയുർധാം വൈദ്യമഠം തയ്യാറാക്കുന്ന ഈ ആയുർവേദ ഹെയർ ഓയിലിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഡോക്ടർ ഇപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ആയുർധാം ഹെയർ ഓയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ ഒന്ന് സൂചിപ്പിക്കാവോ? നമ്മുടെ ആയുർധാം ഹെയർ ഓയിൽ 15 കൂട്ടം പച്ചമരുന്നുകളും അതോടുകൂടി തന്നെ 15 കൂട്ടം അങ്ങാടി മരുന്നുകളും ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ആയുർധാം ഹെയർ ഓയിൽ. ആയുർധാം ഹെയർ ഓയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഉറക്കമില്ലായ്മയിൽ നിന്നൊരു പരിഹാരം കിട്ടുകയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ്റെ പ്രശ്നം ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കുറയുകയും ചെയ്യുന്നു. കൂടാതെ മൈഗ്രെയിൻ, സൈനസൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾക്ക് ഒരു പരിഹാരവും കൂടിയാണ് ആയുർധാം ഹെയർ ഓയിൽ. നമ്മളത് ശുദ്ധമായ വെളിച്ചെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. അതെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഔഷധങ്ങൾ ഇപ്പോൾ ഇവിടെ കുറേയധികം ഔഷധങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഔഷധങ്ങളിൽ ഒട്ടനവധി സാധനങ്ങൾ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ ഉതകുന്ന ഔഷധങ്ങളാണ്. അപ്പോൾ അതിൽ കുറേ ഔഷധങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടി പറയാനുള്ള സമയം കിട്ടില്ലെങ്കിലും കുറേ ഔഷധങ്ങളുടെ ഗുണമേന്മയൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കറ്റാർവാഴ ആദ്യം എടുക്കാം. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ തലയോട്ടിക്ക് തണുപ്പ് നൽകുന്നതിനും രക്തയോട്ടം കൂട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. ചെറിയ ഹെയർ ഫോളിക്കിൾസ് പോലും വളർച്ചയിലേക്ക് എത്തിക്കാൻ ഈ കറ്റാർവാഴയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുളസി നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ്. തുളസി അരച്ച് തലയിൽ തേക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. താരനൊരു പരിഹാരവുമാണ്, രക്തയോട്ടം കൂട്ടാനും നല്ലതാണ്. ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും തലമുടിക്ക് കറുപ്പ് നിറം നൽകുവാൻ വളരെ നല്ലതാണ്. ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും ചേർത്ത് ഉപയോഗിക്കും. മുടിക്ക് മിനുസം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈലാഞ്ചിയും മുടിക്ക് കറുപ്പ് നിറം ഉണ്ടാക്കുന്നു. ചെറുതായിട്ട് താരൻ തുടങ്ങുന്നവർക്കും മൈലാഞ്ചി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പരിഹാരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡൈ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട്, മൈലാഞ്ചി നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും നമ്മൾ എണ്ണയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഇത് രക്തയോട്ടം കൂട്ടുവാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടുവാനും നല്ലതാണ്. മുടിക്ക് നല്ല മിനുസവും കിട്ടുന്നതാണ്. ഉലുവ നമ്മൾ സാധാരണ ഉലുവയും അരച്ച് തേക്കാറുണ്ട്. ഇത് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടുവാനും രക്തയോട്ടം കിട്ടുവാനും തലയ്ക്ക് തണുപ്പ് കിട്ടുവാനും താരനും ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇടംപിരി വലംപിരി, ഈ ഇടംപിരി വലംപിരി ആണെങ്കിലും നമുക്ക് രക്തയോട്ടം കൂട്ടുവാനും തലയ്ക്ക് തണുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ്. ഉറക്കക്കുറവില്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നന്നായി ഉറക്കം കിട്ടുകയും ചെയ്യും. പിന്നെ കരിഞ്ജീരകം, സാധാരണ ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ തന്നെ നമ്മൾ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ കരിഞ്ജീരകം ഉപയോഗിക്കുന്നതുകൊണ്ട് മുടി വളർച്ച നന്നായിട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്, മുടിക്ക് കറുപ്പ് നിറം കിട്ടുകയും ചെയ്യുന്നു. പിന്നെ ഉപയോഗിക്കുന്നത് നെല്ലിക്കയും ധാരാളമായി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ ഉണക്കിയെടുക്കുന്ന നെല്ലിക്കയാണ്. ഇവിടെ തന്നെയുള്ള നെല്ലിമരത്തിലെ നെല്ലിക്കയുടെ പൊടിയാണെന്ന് തോന്നുമല്ലോ. അതെ, ഇവിടെ തന്നെ നെല്ലിമരത്തിലെ നെല്ലിക്കയാണിത്. നല്ല വലിയൊരു നെല്ലിമരം, ആയുർധാമിൻ്റെ ഐശ്വര്യം പോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബുദ്ധൻ്റെ പ്രതിമയും ഒക്കെ ഉണ്ടല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന നാടൻ നെല്ലിക്ക തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. നാടൻ നെല്ലിക്ക നമ്മൾ തന്നെ ഉണക്കിയെടുക്കുന്നതാണിത്. ഉണക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണിത്. അതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന നെല്ലിക്കയും ഇവിടുത്തെ നെല്ലിക്ക തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നെല്ലിക്ക ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ രക്തയോട്ടം കൂടുന്നുണ്ട്. അതേപോലെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുകയും ഒരു ശാന്തത അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ താതിരിപ്പൂ ഉപയോഗിക്കുന്നുണ്ട്. അത് ചെറിയൊരളവിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെയും രക്തയോട്ടത്തിന് നല്ലതാണ്, തലയ്ക്ക് തണുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ നീലാഞ്ജനം ഉപയോഗിക്കുന്നുണ്ട്, മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ നല്ലതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉപയോഗിക്കും. ഇതിൽ ഈ വെള്ളാങ്കണിച്ചീര അതുപോലെയുള്ളത് നമ്മുടെ റൂട്ട് വികസിപ്പിക്കുന്ന ഹെയർ റൂട്ട് വികസിപ്പിക്കുന്ന ഫോളിക്കിൾസ് ഉണ്ടാവാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നീട് ഈ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കുന്നത്, പനിക്കൂർക്ക നമ്മുടെ തലയോട്ടിയിലെ ആ ഒരു നമ്മുടെ ചൂട് തണുപ്പ് സന്തുലിതാവസ്ഥ നിലനിർത്താനും താരനും ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ വാർദ്ധക്യപരമായ നര എന്നതിനേക്കാൾ ഉപരി ഈ അകാല നര, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിവിധി എന്നുള്ള നിലയിൽ. വാർദ്ധക്യകാലത്ത് നര സ്വാഭാവികമായി മനുഷ്യന് സഹജമായിട്ടുണ്ടാകുന്നതാണ്. അതിന് മാറ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ കുറവാണ്. അതിന് പിന്നെ ഡൈ പോലെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മുടിയുടെ വളർച്ച, അതുപോലെ തന്നെ ഈ മുടി പൊട്ടിപ്പോകുക, മുടി വേരോടെ പിഴുതു വരിക, അങ്ങനെയുള്ളത്, പിന്നെ ഈ കാലാവസ്ഥാ മാറ്റം കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ളത്, പിന്നെ ഈ PCOD സംബന്ധമായിട്ടുള്ള അവസ്ഥയിൽ മുടി കൊഴിച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം അവസ്ഥകൾക്കും പരിഹാരമാണല്ലോ ഇടംപിരി വലംപിരി പോലെയുള്ള അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വളരെ കൂടുതലുണ്ട്. പിന്നീട് ഇവിടുത്തെ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഈ സൈനറ്റിസ്, മൈഗ്രെയിൻ, കൊടിഞ്ഞി പോലെയുള്ളതിന് വളരെ പരിഹാരമാണ്.
എന്ന് പറയുന്നുണ്ടല്ലോ. അതിനെ പ്രധാനമായി ഏതൊക്കെ ഔഷധങ്ങളാണ് അതിനെ കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? പനിക്കൂർക്ക ഉപയോഗിക്കാം, അതേപോലെ തുളസി ഇല, പിന്നെ നമ്മുടെ നീലമരിയുടെ പൊടി ഉപയോഗിക്കുന്നുണ്ട്, മൈലാഞ്ചി, മഷിത്തണ്ട്, നമ്മുടെ മഷിത്തണ്ട് ഉപയോഗിക്കുന്നുണ്ട്, വയണയിലയുണ്ട്. വൈനയിലയും ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നാണല്ലേ? അതെ. വൈനയില ഇപ്പം നമ്മുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുക, അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൂട്ട് വർദ്ധിപ്പിക്കുക, ചൂട് തണുപ്പിനെ സന്തുലനാവസ്ഥ ചെയ്യുക. അപ്പം യഥാർത്ഥത്തിൽ മൈഗ്രെയിനും സൈനറ്റൈസിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ശതമാനം വരെ അതിന് ആശ്വാസം പകരാൻ എണ്ണയ്ക്ക് സാധിക്കും. ഇതുവരെ ഉപയോഗിച്ചവരുടെയും അഭിപ്രായം അനുസരിച്ച് അവർക്ക് തന്നെ ഈ തലവേദന സൈനറ്റൈസിനൊക്കെ തന്നെ നന്നായിട്ടുള്ള ഉറക്കം അതിപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലർക്കും ഉറക്കമാണ് യഥാർത്ഥത്തിൽ വളരെ കുറവ്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. പിന്നെ ഈ കണ്ണിനും കുറച്ചൊക്കെ കുളിർമ കിട്ടുന്ന കാര്യം. ഇപ്പം മൊബൈല് മറ്റ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന TV കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് എന്നുള്ള നിലയിൽ. ഈ നമ്മുടെ ഈ ഒറ്റവേരൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒറ്റവേരൻ്റെ ഇല ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ മൈഗ്രെയിന് നല്ല ഔഷധം കൂടിയല്ലേ ഒറ്റമൂലി. അപ്പോൾ അതും ഈ എണ്ണയിൽ ചേർക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ മൈഗ്രെയിനും നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന അവസ്ഥക്ക് മാറ്റം വരുന്നുണ്ട്. പിന്നീട് ബ്രഹ്മിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ തലയിലെ ചെറിയ ഞരമ്പുകൾക്കുള്ള വികാസവും രക്തഓട്ടവും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ടും സഹായിക്കുന്നുണ്ടെന്ന്, ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ എണ്ണ തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ക്രമം എങ്ങനെയാണ്? കുളിച്ചതിന് ശേഷമാണോ, കുളിക്കുന്നതിന് മുമ്പാണോ, നന്നായി തേച്ച് പിടിപ്പിച്ച് എത്ര സമയം കഴിഞ്ഞ് കുളിക്കാം? അപ്പോൾ അങ്ങനെയുള്ളത് കൂടി എണ്ണ ഉപയോഗിക്കുന്നവരോട് പറയുന്നത് ആദ്യത്തെ 2 ആഴ്ച എണ്ണ തേച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ കുളിക്കാനാണ് പറയുന്നത്. കുളിച്ച് എണ്ണ കഴുകി കളയണം എന്നൊന്നുമില്ല, നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് കഴുകിയാൽ തന്നെ എണ്ണമയം പോകുന്നുണ്ട്. പിന്നെ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം അരമണിക്കൂറെങ്കിലും മിനിമം തലയിൽ വെക്കാൻ പറയുന്നുണ്ട്. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, അതേപോലെ ഉറക്കം നന്നായിട്ട് കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ മൈഗ്രെയിൻ ഉള്ളവരോട് എന്തായാലും അരമണിക്കൂർ തന്നെ വെക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം കഴുകിക്കളയുക. എണ്ണമയം തലയിൽ ചെറുതായിട്ടെങ്കിലും ഉണ്ടാവണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നതൊരു പ്രധാന ഘടകമാണ്. കാരണം തലയോട്ടിയിൽ നല്ലതുപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് അവിടുത്തെ രക്തപ്രവാഹത്തിൻ്റെയും ഒക്കെ ഇത് കൊടുക്കുമ്പം നമ്മുടെ മുടിയുടെ റൂട്ട്സ് കുറേ കൂടെ ഒക്കെ ഇതാവും, മുടിയുടെ ഗ്രോത്ത് കുറച്ചുകൂടി ഇതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ അകാലനര, അതുപോലെ തന്നെ മുടിയുടെ വളർച്ച, മുടിക്ക് നല്ല മിനുസമുള്ളതും ഇടതൂർന്നിട്ടുള്ളതും മുടി ഇടതൂർന്ന് വളരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അനവധി ശിരോസംബന്ധമായ രോഗങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള നിലയിൽ തന്നെയുള്ള ഔഷധങ്ങൾ ഇതിനകത്ത് ചേരുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ഔഷധങ്ങൾ ഇതിനകത്ത് ചേരുന്നുണ്ട്. അപ്പം നമുക്ക് ജലദോഷം അത്യാവശ്യം, അതുപോലെ തന്നെ സൈനറ്റൈസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ നമുക്ക് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക്, ഇങ്ങനെ ഈ തലവേദന, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കണ്ണിന് നല്ല കുളിർമ കിട്ടും. അതെ, ശിരോഗ്രന്ഥികൾക്കും മുഖപേശികൾക്കും കണ്ണിനും ഒക്കെ നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു ഔഷധം കൂടിയിട്ടാണ്. നമ്മുടെ ഇവിടെ ട്രീറ്റ്മെന്റ് വരുന്നവർക്ക് നമ്മൾ ഹെഡ് മസാജ് ചെയ്യുന്നത് നമ്മുടെ ഈ ഹെയർ ഓയിൽ കൊണ്ടാണ്. ഇവിടെ വരുന്നവർക്കും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവർ ഇവിടുന്ന് ഹെയർ ഓയിൽ വാങ്ങിക്കൊണ്ടാ പോകുക. അങ്ങനെ ഒരു റിസൾട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു കച്ചവട തന്ത്രം കൂടിയാണ്. അങ്ങനെയല്ല, അല്ല, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് തന്നെ വ്യത്യാസം അനുഭവപ്പെടുന്നത് കൊണ്ട്, കൂടുതൽ ഉറക്കമൊക്കെ കിട്ടുന്നത് കൊണ്ടും, മാനസികമായിട്ടൊരു ടെൻഷനും ഒക്കെ കുറയുന്നത് കൊണ്ടും അവരത് കൂടുതലായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെയുള്ള ഔഷധങ്ങൾ, നാടൻ ഔഷധങ്ങൾ ശേഖരിച്ച് അത് കൃത്യമായി തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇത്രയും നല്ല നെല്ലിക്കയൊക്കെ വളരെ വിഭവസമൃദ്ധമായ രീതിയിൽ അല്ലേ ഒക്കെ ഉണ്ട്. അതെല്ലാം ശേഖരിച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ നല്ല ഗുണങ്ങളാണ്. വളരെ നല്ല രീതിയിലുള്ള മികവുറ്റ എണ്ണയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് വാങ്ങാൻ എങ്ങനെയാണ്? ഇത് നേരിട്ട് വരണമെങ്കിൽ ഇത് എവിടെയാണ് വരേണ്ടത്? നമ്മുടെ കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് മാമൂടാണ്. കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് മാമൂട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നാലും നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം. മാമൂട്ടിൽ എവിടെയായിട്ടാണ്? മാമൂട് നമ്മുടെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ട്. വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസ് അതിന്റെ തൊട്ടടുത്താണ്. അവിടുന്ന് നമുക്ക് നടന്നു വരാൻ ഒരു 10 മീറ്ററിനകത്തൊക്കെ വരുന്നുള്ളൂ. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ദൂരെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ എണ്ണ എങ്ങനെ ലഭിക്കും? തപാലിലോ അല്ലെങ്കിൽ കൊറിയറിലോ ചെയ്ത് കൊടുക്കും. നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തപാലോ കൊറിയറോ ചെയ്ത് കൊടുക്കാം. നമ്പർ എത്രയാണെന്നൊന്ന് പറയാൻ പറ്റുമെങ്കിൽ? 9400688146. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ശരി ഡോക്ടറെ, അപ്പം നന്ദി, നമസ്കാരം.